ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഖാതമിൻ നബിയ്യീൻ മുഹമ്മദുൽ മുസ്തഫ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മുടെ ബഹുമാന്യ എതിർ സംവാദകൻ ഹസൻ സലാഹി സാഹിബ് ഇവിടെ പറയുന്നതിൻ്റെ വിവക്ഷ, നമ്മുടെ ചർച്ചാ വിഷയം ഈ ഉമ്മത്തിൽ വരാനിരിക്കുന്ന ഈസ ഇബ്നു മറിയം ആരാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ബനി ഇസ്രായേലിലേക്ക് അവതരിക്കപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാം വഫാത്തായി എന്ന് പറയുന്നതിൽ യാതൊരു യാഥാർത്ഥ്യവുമില്ല. അത് വിഷയം വേറെ, ഇത് വിഷയം വേറെ എന്നാണ് അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റ് പറയാതെ വയ്യ. കാരണം ഇവിടെ നമ്മൾ ചർച്ചാ വിഷയം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിക്കപ്പെട്ട പ്രകാരം ഈ ഉമ്മത്തിൽ ഒരു മസീഹ് ഇബ്നു മറിയം വരും. അത് വരുമെന്ന് നിങ്ങളും വിശ്വസിക്കുന്നുണ്ട്, ഞങ്ങളും വിശ്വസിക്കുന്നുണ്ട്. അതിൽ ഒരു എതിർപ്പുമില്ല. ഹദീസിലൊക്കെ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ വരുന്നത് മുമ്പ് വന്ന ഈസ ഇബ്നു മറിയം അല്ല ബനി ഇസ്രായേലിലേക്ക് എന്ന് പറയേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. കാരണം ഈ വരാനിരിക്കുന്ന വ്യക്തി ആരാണെന്ന് തെളിയിക്കേണ്ടി വരുമ്പോൾ ഇത് നിങ്ങൾ ചിന്തിക്കുന്ന, മുമ്പ് വന്ന, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഈസ ഇബ്നു മറിയം അല്ല എന്ന് നമുക്ക് ആദ്യം പറയണം. അത് പറയാനുള്ള ഏറ്റവും വലിയ ഖറീന, ആദ്യത്തെ തെളിവ്, ആ മുമ്പ് വന്ന വ്യക്തി മരിച്ചു പോയിരിക്കുന്നു എന്നതാണ്. മരിച്ച ആൾ ഈ ഭൂമിയിൽ തിരിച്ചു വരില്ല എന്നുള്ളതാണ്. ഈ യാഥാർത്ഥ്യം വ്യക്തമാക്കി തരുക എന്നുള്ളത് ഏറ്റവും വലിയ ഖറീനത്താണ്. ഇപ്പൊ സയ്യിദ് എന്നൊരു മനുഷ്യൻ മുമ്പുണ്ടായിരുന്നു, മുമ്പ് ജീവിച്ചു, മരിച്ചു പോയി. ആ വ്യക്തിയുടെ ജോലിയെല്ലാം തീർത്ത് മരിച്ചുപോയി. അപ്പൊ സയ്യിദ് ഇനി വരും എന്ന് പറയുമ്പോൾ അത് മുമ്പ് വന്ന സയ്യിദ് അല്ല എന്ന് കാണിക്കാനുള്ള ഏറ്റവും വലിയ തെളിവ് ആദ്യത്തെ സയ്യിദ് മരിച്ചു എന്നുള്ളത് തന്നെയാണ്. അത് ആരോട് ചോദിച്ചാലും അത് തന്നെയാണ് പറയാ. അതുകൊണ്ടാണ് ആ വിഷയത്തിലേക്ക് പോകേണ്ടി വരുന്നത്. അഹ്മദിയ മുസ്ലിം ജമാഅത്തിനെതിരായി നിങ്ങൾ സംസാരിക്കുമ്പോൾ ഏത് വിഷയത്തിലേക്ക് പോകുമ്പോഴും സ്വമേധയാ ഈസ ഇബ്നു മറിയം അലൈഹി സ്വലാമിന്റെ വഫാത്തിലേക്ക് നിങ്ങൾക്ക് പോകേണ്ടി വരും, എത്തേണ്ടി വരും. അത് ഞങ്ങളായിട്ട് കൊണ്ടുപോകുന്നതല്ല. കാരണം നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ അങ്ങോട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ബനി ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ട ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം വഫാത്തായി പോയി എന്നത്, എല്ലാ മനുഷ്യരും ജനിച്ചു വഫാത്തായി പോയി എന്ന തത്വം മാത്രമല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു പരാമർശനമാണത്. ഇനി വേറെ ഏത് മനുഷ്യനെ അള്ളാഹു ജീവിപ്പിച്ചാലും ഈസ ഇബ്നു മറിയം രണ്ടാമത് ഈ ഭൂമിയിലേക്ക് അയക്കില്ല എന്ന് അള്ളാഹ് തീർത്ത് പറഞ്ഞതാണ്. ഒരൊറ്റ വരവേ ഈ ഭൂമിയിലേക്ക് ഈസാ നബിക്കുള്ളൂ, അത് കഴിഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തമായി അള്ളാഹു സമർത്ഥിച്ചിട്ടുണ്ട്. അതാണ് ഖുർആനില് കുൻതു അലൈഹിം ഷഹീദൻ മാ ദുംതു ഫീഹിം ഫലമ്മാ തവഫൈതനി കുൻത അൻത റഖീബ അലൈഹിം എന്ന ആയത്തിൽ പറയുന്നത്. എല്ലാ പ്രവാചകന്മാരോടും ആ പ്രവാചകന്മാരുടെ ഉമ്മത്തിനെ മുൻപിൽ നിർത്തിക്കൊണ്ട് സാക്ഷ്യം വഹിക്കുന്ന ഒരു സമയം വരും. അത്തരം ഒന്ന് സന്ദർഭത്തിൽ ഈസ ഇബ്നു മറിയമിനെയും അള്ളാഹു ഒഴിവാക്കുകയില്ല. ഈസ ഇബ്നു മറിയമിനോട് അദ്ദേഹം അയക്കപ്പെട്ട സമുദായത്തെ കുറിച്ച് ചോദിക്കും. അവിടെ അന്നാസ് എന്ന് പറഞ്ഞാൽ ഈസാ നബി അലൈഹി സ്വലാം ഏത് സമൂഹത്തിലാണ് ഉണ്ടായിരുന്നത്? ബനി ഇസ്രായേൽ, അവരെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാം വ്യക്തമായി പറയുകയാണ്, കുൻതു അലൈഹിം ഷഹീദൻ മാ ദുംതു ഫീഹിം, ഞാൻ അവർ ഉണ്ടായിരുന്നിടത്തോളം കാലം ഞാൻ അവർക്ക് മേൽ സാക്ഷിയായിരുന്നു. അവരെന്താണ് ചെയ്തത്, എന്താണ് ചെയ്യാത്തത്, ഈ അള്ളാഹു നീ എന്നോട് ചോദിച്ച കാര്യം, അതായത് നിന്നെയും നിന്റെ മാതാവിനെയും ആരാധിക്കാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന കാര്യം ഇവർ ചെയ്തോ ഇല്ല എന്നുള്ളതിലേക്ക് ഞാൻ സാക്ഷിയായിരുന്നു. പക്ഷേ ഫലമ്മാ തവഫൈതനി, നീ എന്നെ മരിപ്പിച്ചപ്പോൾ നീ തന്നെയാണ് അവരുടെ മേൽനോട്ടക്കാരൻ. അപ്പൊ ഈ ആയത്തിൽ പറയുന്നത് രണ്ട് കാലത്തെ കുറിച്ചാണ്. ഒന്ന് ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം സമൂഹത്തിൽ ഉണ്ടായിരുന്ന, ഷഹീദായിരുന്ന ആ സമയം. ഒന്ന് ഈസ ഇബ്നു മറിയം സമൂഹത്തിൽ ഇല്ലാത്ത, ആ സമൂഹത്തിൽ ഈസാ നബി ഷഹീദ് അല്ലാത്തൊരു സമയം. അത് രണ്ടിനും ഇടയ്ക്കുള്ള ഒരു ഫാസിലു സമനി എന്ന് പറയും. അൽ ഫാസിലു സമനി, വ്യത്യാകാലത്തെ വേദനിക്കുന്ന ആ വരമ്പ്, അത് ഫലമ്മാ തവഫൈതനി എന്ന് പറഞ്ഞ ഒറ്റ കാര്യമാണ്. അതിൻ്റെ ഇടയ്ക്ക് വേറൊന്നുമില്ല. ഫ എന്ന് പറഞ്ഞത് തന്നെ അതിലേക്കാണ്. അതെന്താണ്? തവഫൈതനി, വഫാത്ത് എന്ന കാരണത്താൽ. അപ്പൊ ഏത് കുട്ടിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, യാഥാർത്ഥ്യം എന്താണ്? ഇന്ന് ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം ആ സമുദായത്തിൽ ഇല്ല. അത് ഞങ്ങളും എല്ലാവരും പറയുന്നുണ്ട്. അപ്പൊ ഈസ ഇബ്നു മറിയമിന്റെ വഫാത്ത് സംഭവിച്ചിരിക്കുന്നു. ഇനി ഖിയാമത്ത് ദിവസം ഈ ഒരു മുഖാമുഖം അള്ളാഹുവോടുള്ള സംഭാഷണം മാത്രമേ ബാക്കിയുള്ളൂ. അല്ലാതെ ഈ ദുനിയാവിലേക്ക് രണ്ടാമൊന്നും വരില്ല. വരുന്നുണ്ടെങ്കിൽ അതിന്റെ പരാമർശം ഇവിടെ വേണം. ഇവിടെ അങ്ങനെ ഒരു കാലത്തെക്കുറിച്ച് പറയുന്നില്ല. അപ്പൊ വ്യക്തമായി അള്ളാഹു പറഞ്ഞു തന്നിരിക്കുകയാണ്. അപ്പൊ ഇത് നമ്മൾ പറയുമ്പോൾ അവർ പറയും ഇവിടെ തവഫൈതനി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതിന്റെ അർത്ഥം മരിച്ചു എന്നല്ല. അത് നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത്? അതിന്റെ അർത്ഥം മരിച്ചു എന്നല്ല നിങ്ങൾ എന്തുകൊണ്ട് പറയും?
വിശുദ്ധ ഖുർആനിലും ഹദീസിലും എല്ലാ അറബി ഗ്രന്ഥങ്ങളിലും തവഫല്ലാഹു ഫുലാനൻ എന്നാൽ അള്ളാഹു മനുഷ്യനെ മരിപ്പിച്ചു എന്ന് തന്നെയാണ് അർത്ഥം. അതല്ലാതെ ഒരു അർത്ഥമില്ല. ഒരു മനുഷ്യനെ അള്ളാഹു തവഫ ചെയ്യുക. ഇത് നമുക്ക് ഈ അർത്ഥം ഇത് തന്നെയാണ് എന്ന് നമുക്ക് ഉള്ളിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. റസൂൽ തിരുമേനിക്കും ഇതുപോലൊരു അനുഭവം അള്ളാഹു പങ്കുവച്ചിട്ടുണ്ട്. സഹീഹ് ബുഖാരി കിതാബ് തഫ്സീറിൽ റസൂൽ തിരുമേനി ആ സമുദായത്തിൽ ഉണ്ടായിരുന്നിടത്തോളം കാലം റസൂൽ തിരുമേനി അവരുടെ മേൽനോട്ടക്കാരനായിരുന്നു. എന്നാൽ റസൂൽ തിരുമേനി അള്ളാഹു വഫാത്താക്കിയ ശേഷം അള്ളാഹു തന്നെ മേൽനോട്ടക്കാരനായി എന്ന് ബുഖാരി കിതാബ് തഫ്സീർ റസൂൽ തിരുമേനി പറയുന്നുണ്ട്. വഇന്ന ഉനാസൻ മിൻ അസ്ഹാബി യുഖദു ബിഹിം ദാത ശിമാലി ഫഅഖൂലു അസ്ഹാബി അസ്ഹാബി ഫയഖൂലു ഇന്നഹും ലം യസാലു മുർത്തദ്ദീന അലാ അഖാബിഹിം മുൻദു ഫാറഖ്തഹും. താങ്കൾ അവരെ വിട്ടുപോയതിനു ശേഷം അവർ പിന്തിരിഞ്ഞു പോയി, താങ്കൾ ഉദ്ദേശിച്ച പോലുള്ളവരല്ല അവർ എന്ന് റസൂൽ തിരുമേനിയോട് പറയപ്പെടുന്ന സമയം വരും. അപ്പോൾ റസൂൽ തിരുമേനി തൻ്റെ ഉമ്മത്തിലുള്ള ആ ആളുകളെ മുന്നിൽ കണ്ടുകൊണ്ട് പറയും, അപ്പോൾ ഞാൻ അൽ അബ്ദുസ്സാലിഹ ഫഅഖൂലു കമാ ഖാല അൽ അബ്ദുസ്സാലിഹ്, ഈസാ ഇബ്നു മറിയം പറഞ്ഞ പോലെ ഞാനും പറയുമെന്ന്. എന്നിട്ട് ഓതിയത് വകുൻതു അലൈഹിം ഷഹീദ മാ ദുംതു ഫീഹിം ഫലമ്മാ തവഫൈതനി എന്നുള്ള ആയത്താണ്. അപ്പോൾ ഈ ആയത്തിലെ തഫ്സീർ ഏറ്റവും വലിയ തഫ്സീർ റസൂൽ തിരുമേനി പറഞ്ഞ ഈ തഫ്സീർ തന്നെയാണ്. ഇവിടെ മുഫാറഖത്തിനെ കുറിച്ചാണ് പറയുന്നത്, അവിടെയും മുഫാറഖത്തിനെ കുറിച്ചാണ് പറയുന്നത്. രണ്ട് കാലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന് നബി അവരുള്ള കാലം, നബി അവരിൽ ഇല്ലാത്ത കാലം. രണ്ടിൻ്റെ ഇടയ്ക്കുള്ള മുഫാറഖത്ത് സംഭവിച്ചത് വഫാത്ത് മുഖേനയാണ്. റസൂൽ തിരുമേനിക്ക് എങ്ങനെയാണ് സംഭവിച്ചത് എന്നതിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അത് തന്നെയല്ലേ ഈസാ നബിക്കും സംഭവിച്ചത്. ഈ ഹദീസ് ബുഖാരിയിലുണ്ട്. അപ്പോൾ ഇമാം ബുഖാരി ഇതല്ലേ മനസ്സിലാക്കിയത്. ഇതിന് റാവി ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്നെയല്ലേ മനസ്സിലാക്കിയത്. അതിലുപരിയായി തവഫൈതനി എന്നാൽ ഇന്നി മുതവഫിക എന്നിടത്ത് മുതവഫിക മുമീത്തുക എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖൗല് ഇമാം ബുഖാരിയാണ് ഉദ്ധരിച്ചത്. ബുഖാരിയിൽ, സഹീഹ് ബുഖാരിയിൽ ഇത്രയും വ്യക്തമായി പറഞ്ഞ ഒരു കാര്യത്തെ അങ്ങനെ അല്ല എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? നമ്മുടെ പണ്ഡിതന്മാരെ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് നിർബന്ധാവസ്ഥ ഞങ്ങൾ അങ്ങനെ പറഞ്ഞു പോകുന്നതാണ് എന്നാണ് മുഫസ്സിർമാർ പറഞ്ഞത്. ഹസൈൻ സലാഹി സാഹിബ് പറയുന്നുണ്ടെങ്കിലും മറ്റു പണ്ഡിതന്മാർ പറയുന്നുണ്ടെങ്കിലും അവരൊക്കെ കാരണം മുഫസ്സിർമാർ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്. ഇക്കാര്യം മുഫസ്സിർമാർ ഏറ്റു പറഞ്ഞിട്ടുണ്ട്. തഫ്സീർ ഫതഹുൽ ബയാനിൽ പോയി നോക്കുക. യാ ഈസ ഇന്നി മുതവഫിക എന്ന ആയത്തിന്റെ തഫ്സീർ കൊടുത്തെടുത്ത് ഇക്കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. ഇതാണ് നമ്മളും അതായത് അഹമ്മദിയ മുസ്ലിം ജമാഅത്തുള്ളവരും മറ്റുള്ള നമ്മളുടെ വ്യത്യാസം. അതെന്താണ്? നമ്മൾ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു വ്യക്തമായി പറഞ്ഞൊരു കാര്യത്തെ അതാണ് വാസ്തവം, അതിനെതിരായിട്ട് വരുന്ന കാര്യത്തിന് തഅ്വീൽ കൊടുക്കണം കിട്ടുന്ന ഖരീന അനുസരിച്ച് എന്നും വിശ്വസിക്കുന്നു. എന്നാൽ നമ്മുടെ എതിർഭാഗത്തുള്ളവര് വരാൻ പോകുന്ന അഖ്ബാർ മുസ്തഖ്ബലിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അത് പൂർത്തിയായി കാണാത്ത അവസ്ഥയിൽ തന്നെ അതുകൊണ്ട് ഇന്നതൊക്കെയാണ് ഉദ്ദേശം, അപ്പൊ അതാണ് ശരി, അതിനനുസരിച്ച് ഖുർആനിലെ ആയത്തുകൾ നമുക്ക് തഅ്വീൽ ചെയ്യാം എന്ന നിഗമനത്തിലാണ് അവരെത്തിപ്പെട്ടിരിക്കുന്നത്. രണ്ടും നോക്കുക. അള്ളാഹ് പറയുന്നത് എന്താണ്? വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫൗലൈക ഹുമുൽ കാഫിറൂൻ ഫൗലൈക ഹുമുൽ ളാലിമൂൻ ഫൗലൈക ഹുമുൽ ഫാസിഖൂൻ. മൂന്ന് കൂട്ടരെ കുറിച്ചും ഖുർആൻ വെച്ച് കൽപ്പിക്കാത്തവരെ കുറിച്ച് ളാലിമും ഫാസിഖും കാഫിറും എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് എടുക്കേണ്ടത്? അപ്പൊ സാഹിബ് ഫതഹുൽ ബയാൻ പറയാണ്, വഇന്നമാ ഇഹ്താജൽ മുഫസ്സിറൂന ഇലാ തഅ്വീലിൽ വഫാത്തി ബിമാ ദുക്കിറ. അതായത് തവഫൈതനി മുന്നേ മുതവഫിക എന്ന ആയത്തിന്റെ തഫ്സീറാണ് ഈ പറയുന്നത്. ഈ വഫാത്തിനെ അവിടെ തഅ്വീൽ ചെയ്യാൻ മുഫസ്സിർമാർ നിർബന്ധിതരായി ഈ മേൽ പറഞ്ഞ വിധത്തിൽ. എന്നിട്ട് പറയുന്ന കാരണം പറയുന്നത് എന്താണ്? ലിഅന്ന സഹീഹ അന്നല്ലാഹു തആല റഫഅഹു ഇലസ്സമാഇ മിൻ ഗൈരി വഫാത്തിൻ. കാരണം ഈസാ നബി അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തി വഫാത്തില്ലാതെ. കമാ റജ്ജഹു കസീറു മിനൽ മുഫസ്സിരീൻ, ഒരുപാട് മുഫസ്സിർമാർ പറഞ്ഞതുപോലെ. വഖ്താറഹു ഇബ്നു ജരീർ തബരി, ഇബ്നു ജരീർ തബരി അത് തന്നെയാണ് പറഞ്ഞത്. വജ്ഹു ദാലിക, അങ്ങനെ അവർ പറയാൻ കാരണം എന്താണ്? അന്നഹു ഖദ് സഹഹ ഫിൽ അഖ്ബാർ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ തിരുമേനിയുടെ ഭാഗത്ത് നിന്ന് അഖ്ബാറിൽ വന്നിട്ടുണ്ട്, വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പരാമർശിക്കപ്പെട്ട ഹദീസുകളിൽ വന്നിട്ടുണ്ട്, സഹിയായിട്ട് വന്നിട്ടുണ്ട്. എന്താണ്? നുസൂലുഹു വഖത്ലുഹു ദജ്ജാൽ, ഈസാ ഇബ്നു മറിയമിന്റെ നുസൂലിനെ കുറിച്ചും ദജ്ജാലിനെ അദ്ദേഹം വധിക്കുന്നതിനെ കുറിച്ചും എന്ന്. അപ്പോൾ വരാൻ പോകുന്ന അഖ്ബാറാണ്, ശ്രദ്ധിക്കുക, പൂർത്തിയായിട്ടില്ല വരാൻ പോകുന്ന കാര്യം. അതിന് അക്ഷരം പ്രതി മനസ്സിലാക്കിക്കൊണ്ട് അത് ഈസാ ഇബ്നു മറിയം തന്നെയാണ്, അദ്ദേഹം തന്നെയാണ് ഇറങ്ങുക, അദ്ദേഹമാണ് ദജ്ജാലിനെ ഖത്ൽ ചെയ്യുക എന്ന കാരണത്താൽ മുഫസ്സിർമാർ എന്ത് ചെയ്തു?
തവഫ മരിച്ചു എന്ന് അള്ളാഹു പറഞ്ഞ സ്ഥലത്ത് ആ മരണത്തെ തഅ്വീൽ ചെയ്തു എന്ന് അവർ തന്നെ ഏറ്റു പറയുന്നു. എത്ര വ്യക്തമാണ് കാര്യം. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം, വ്യാഖ്യാനം നിങ്ങളാണ് ചെയ്യുന്നത്, ഞങ്ങളല്ല. മുഫസ്സിർമാർ കാരണം അഖ്ബാർ വരാൻ പോകുന്ന കാലത്തെ സംഭവമായിരുന്നത് കൊണ്ട് അവർക്ക് വ്യാഖ്യാനിക്കേണ്ടി വന്നു. അത് വാസ്തവമാണെന്ന് മനസ്സിലാക്കി അതുപോലെ അവർ ഖുർആനെ തഅ്വീൽ ചെയ്തു എന്ന് അവർ തന്നെ ഏറ്റു പറഞ്ഞു. ഇന്ന് മുഫസ്സിർമാരുടെ കാലം കഴിഞ്ഞ് അത് വ്യക്തമായി പൂർത്തിയായ സ്ഥിതിക്ക് ഇന്ന് മുഫസ്സിർമാരുണ്ടെങ്കിൽ എൻ്റെ വീക്ഷണപ്രകാരം അവർ കാര്യം മനസ്സിലാവുമായിരുന്നു. കാരണം അവരാരും തന്നെ ഇതന്നെയാണ് ശരിയെന്ന് പറഞ്ഞിട്ടില്ല. അല്ലാഹു ആലം എന്ന് പറഞ്ഞിട്ട് നിർത്തിയവരാണ് അവരൊക്കെ തന്നെ. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ വിശുദ്ധ ഖുർആനെ മുൻഗണന നൽകിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞതിനെ എടുത്തുകൊണ്ട് മറ്റുള്ള അഖ്ബാറിനെ തഅ്വീൽ ചെയ്യുന്നു. ആ തഅ്വീൽ ചെയ്യുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമല്ല, റസൂൽ തിരുമേനി പഠിപ്പിച്ച അതേ പാഠങ്ങൾ കൊണ്ടും അതേ ഖരീനത്ത് കൊണ്ടും. നിങ്ങളാകട്ടെ വ്യക്തമായി മനസ്സിലാകാത്തൊരു കാര്യത്തെ ഇങ്ങനെയാണ് എന്ന് വിലയിരുത്തിക്കൊണ്ട് അതിനെ സഹീഹായി മനസ്സിലാക്കിക്കൊണ്ട് ഇതന്നെയാണ് വാസ്തവം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരായി വന്ന ഖുർആന് തഅ്വീൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അഹ്മദിയ മുസ്ലിം ജമാഅത്തുള്ള എല്ലാവരും വ്യാഖ്യാനമാണ് പറയുന്നത് എന്നുള്ള ആ പരാമർശം നിങ്ങൾ തൽക്കാലത്തേക്ക് ഒഴിവാക്കുക. അപ്പൊ ഈ തഅ്വീലൊന്നും പോരാഞ്ഞിട്ട് ഇനിയും ഈസാ നബി ജീവിച്ചിരിപ്പുണ്ട്, ഇനിയിപ്പോൾ മരിച്ചാലും തിരിച്ചു വരും എന്നൊക്കെയാണ് നമ്മുടെ സലാഹി സാഹിബിന്റെ അവരിൽ നിന്ന് മനസ്സിലാവുന്നത്. ഞാൻ മരിച്ചു എന്ന് സമ്മതിച്ചാൽ തന്നെ മരിച്ചവർക്കും തിരിച്ചു വരാമല്ലോ എന്നുള്ള ചിന്താഗതിയൊക്കെയാണ്. തികച്ചും വിശുദ്ധ ഖുർആൻ കടവിരുദ്ധമായിട്ടാണ് ഈ ചിന്താഗതി. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും എടുത്തു പറഞ്ഞിട്ടുണ്ട്, മരിച്ച് ഈ ദുനിയാവിൽ ഒരു മരണേ ഒരാൾക്കുള്ളൂ, ഇവിടുന്ന് പോയാൽ തിരിച്ചു വരില്ല. യഥാർത്ഥ രൂപത്തിൽ ആർക്കും ജീവിച്ച് തിരിച്ചു വരാൻ സാധിക്കില്ല. വല്ല കശു മുഖേനയോ സ്വപ്നത്തിലോ അത് സാധ്യമാകാം, അത് വേറെ കാര്യം. അള്ളാഹു പറയുകയാണ് ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗതു ഖാല റബ്ബിർജിഊൻ. സൂറത്തുൽ മുഅ്മിനൂനിലെ ആയത്താണ്. ഒരാൾക്ക് മരണം വന്ന ശേഷം അദ്ദേഹം പറയും, അല്ലാഹ് പടച്ചോനെ എന്നെ നീ തിരിച്ചയക്കണമേ. ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. ഞാൻ തിരിച്ചു പോയിട്ട് നല്ല ജോലിയൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ അള്ളാഹ് പറയും കല്ല, അങ്ങനെ സംഭവിക്കില്ല. ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. ഇത് കലിമ അള്ളാഹ് പറഞ്ഞൊരു കാര്യമാണ്, അതിലൊരു മാറ്റം ഉണ്ടാവില്ല. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. അള്ളാഹിന്റെ ഒരു നിശ്ചയമാണിത്. അപ്പൊ ആരെന്ത് പറഞ്ഞാലും അത് സംഭവിക്കില്ല. കാരണം ഇനിയുള്ളത് ബർസഖാണ്, യൗമു യുബ്അസ്, പുനരുദ്ധാരണം, ഉയർത്തെഴുന്നേറ്റ് വരുന്നുള്ള അതുവരെയുള്ള സമയത്ത് ഇനി ബർസഖാണ്, വേറൊന്നില്ല എന്നാണ് പറയുന്നത്. സൂറത്തുൽ മുഅ്മിനൂൻ തന്നെ അതിന്റെ മുമ്പ് എടുത്തു പറഞ്ഞിട്ടുണ്ട് മനുഷ്യന്റെ ജീവിത രീതി, മനുഷ്യൻ ജനിച്ചതും ഓരോ മർഹലകൾ. ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. മനുഷ്യൻ ഉത്ഫയിൽ നിന്ന് അലക്കായതും അലക്ക മുതുകായതും പിന്നെ അവിടുന്ന് എല്ലുകൾ വരാൻ തുടങ്ങിയതും പിന്നെ അത് ചുറ്റും മാംസം കയറ്റിയതും എല്ലാം അള്ള പറഞ്ഞ് ക്രമമായിട്ട് പറയുന്നുണ്ട് ജനിച്ച കാര്യവും അതിനുശേഷം. പിന്നെന്താ പറയുന്നത്, സുമ്മ ഇന്നക്കും ബാദാലിക ലമയ്യിത്തൂൻ. പിന്നെ ദുനിയാവിൽ നിങ്ങൾ മരിച്ചു പോകുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, രണ്ടാമത് വരില്ല, ഈ ദുനിയാവിലേക്ക് വരില്ല. സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബഅസൂൻ. പിന്നെ ഖിയാമത്തിന്റെ ദിവസമാണ് നിങ്ങൾ പുനരുദ്ധാരം നിങ്ങളെ നടത്തുന്നത്. അതുപോലെ വേറെ ആയത്തിൽ പറയുന്നു അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹ. അള്ളാഹു മരിക്കുമ്പോൾ തവഫ ചെയ്യും, മനുഷ്യന്റെ റൂഹിനെ പിടിക്കും. വല്ലത്തി ലം തമൂത്ത്, ഏതൊരു നഫ്സാണോ മരിക്കാത്തത്, ഫി മനാമിഹ, ഉറക്കത്തിൽ റൂഹിനെ പിടിക്കും. യുംസികുല്ലത്തി ഖദാ അലൈഹിൽ മൗത്ത്, മരണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ യുംസിഖുർ, ആ റൂഹിനെ അള്ളാഹ് പിടിച്ചു വെക്കും, പിന്നെ അയക്കില്ല. വയുർസിലുൽ ഉഖ്റ, മറ്റേ ഉറങ്ങിക്കിടക്കുന്നതിനെ അള്ളാഹ് തിരിച്ചയക്കും. അപ്പോൾ മരിച്ച ഒരാൾ രണ്ടാമത് വരില്ല എന്ന് വ്യക്തമായി അള്ളാഹു പറയുന്നു. ഇതേ കാര്യം റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കി തരുന്നുണ്ട്. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹുവിന്റെ സംഭവവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്, ജാബിർ റളിയല്ലാഹുവിന് ഒരിക്കൽ വളരെ വിഷമത്തിലിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഷഹാദത്തിന് ശേഷം അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അഫലാ ഉബശ്ശിറുക ബിമാ ലഖിയല്ലാഹു ബിഹി അബാക. നിന്റെ പിതാവിനെ, അല്ലയോ ജാബിറെ, താങ്കളുടെ പിതാവിന് അള്ളാഹു കൊടുത്ത സന്തോഷവാർത്ത നിനക്ക് അറിയണ്ടേ? അപ്പൊ അത് ബലാ യാ റസൂൽ, അള്ളാഹ് പറഞ്ഞാലെന്ന് പറഞ്ഞു. قال ما كلم الله احدا قط الا من وراء حجاب وكلم اباك كفاحا. ഇതുവരെയൊക്കെ അള്ളാഹു സംസാരിച്ചത് ഒരു പർദ്ദയുടെ അപ്പുറത്ത് നിന്നുകൊണ്ടാണ് മനുഷ്യന്മാരോട് സംസാരിച്ചിട്ടുള്ളത്. എന്നാൽ നിന്റെ പിതാവിനോട് അള്ളാഹു നേർക്ക് നേർ സംസാരിച്ചു. എന്താ പറഞ്ഞത്, ഫഖാല യാ അബ്ദി തമന്ന അലയ്യ വഅതിക.
അല്ലേ അബ്ദുള്ള, നീ എന്നോട് ചോദിക്ക, ആവശ്യമുള്ള ചോദിക്കാൻ തരാം. അള്ളാഹാണ് പറയുന്നത്, എല്ലാറ്റിനും കഴിവുള്ള ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. നിങ്ങൾ എപ്പോഴും പറയില്ലേ, അതേ അള്ളാഹുവാണ് പറയുന്നത്. ചോദിച്ചോ, ഞാൻ തരാം. അപ്പൊ ചോദിച്ചു അബ്ദുള്ള, ജാബിറിന്റെ ഉപ്പ ചോദിച്ചു, യാ റബ്ബി തുഹീനി ഫൗഖ്തലു ഫീക സാനിയതൻ. പടച്ചോനെ എന്നെ ഒന്നുകൂടി ജീവിപ്പിച്ച് ദുനിയാവിലേക്ക് അയക്ക്, അങ്ങനെ ഞാൻ രണ്ടാമതൊന്നുകൂടി ഷഹീദാവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പടച്ചോൻ എന്താ ചെയ്തത്? അലാ കുല്ലി ഷൈഇൻ ഖദീറാണ്, എല്ലാ കഴിവുള്ള അള്ളാണ്. എന്താ പറഞ്ഞത്? വഖാല റബ്ബു സുബ്ഹാനഹു ഇന്നഹു സബഖ മിന്നി അന്നഹും ഇലൈഹാ ലാ യർജിഊൻ. എൻ്റെ ഒരു തീരുമാനം നടപ്പിൽ വരുത്തി കഴിഞ്ഞിരിക്കുന്നു, ഇവിടുന്ന് മരിച്ചു വന്നവർ പിന്നെ രണ്ടാമത് അങ്ങോട്ട് തിരിച്ചു പോവില്ല എന്ന്. എത്ര വ്യക്തമാണ്! അള്ളാഹാണ് ചോദിച്ചാൽ ഞാൻ തരാമെന്ന് പറഞ്ഞ എല്ലാ കഴിവുള്ള അള്ളാഹു നേരിട്ട് പറയാണ്, ചോദിച്ചു ഞാൻ തരാണ്. ചോദിച്ചു, എൻ്റെ അള്ളാഹ് കൊടുത്തില്ല. കാരണം അത്രയും നിർബന്ധമാണ് അള്ളാഹുവിന്റെ ഈ വാക്യം പൂർത്തിയാക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു നിയമം അള്ളാഹു ഒരിക്കലും ലംഘിക്കുകയില്ല. അള്ളാഹിന്റെ സുന്നത്തിന് ഒരു മാറ്റവും വരില്ല. ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനല്ല. അപ്പൊ എന്തുകൊണ്ട് ഈസാ നബിയെ രണ്ടാമത് ജീവിപ്പിച്ചുകൂടാ എന്നാണ് നിങ്ങൾ പറയുന്നത്? അള്ളാഹു എല്ലാറ്റിനും കഴിവുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ ഒരു വലിയ കഴിവാണ് അള്ളാഹു നിശ്ചയിച്ച ഒരു കാര്യത്തെ അതേപടി നടപ്പാക്കുക എന്നുള്ളത്. അതിൽ മാറ്റം വരുത്താതെ, അതിൽ മാറ്റം വരുത്തേണ്ട ആവശ്യം വരുന്നില്ല അള്ളാഹുവിന്. ഈസാ നബിനെ മരിപ്പിച്ചു കഴിഞ്ഞാൽ ഇനി ഈസാ നബി രണ്ടാമത് കൊണ്ടുവന്നിട്ട് ദൗത്യം നിർവഹിക്കേണ്ട ആവശ്യം അള്ളാഹുവിന് ഇല്ല. അള്ളാഹു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖിയാമത്ത് വരേക്കും അയച്ചു, പരിപൂർണ്ണ ഗന്ധം കൊടുത്തുകൊണ്ട്. ഇനിയൊരു ബനീ ഇസ്രായേലിന്റെ റസൂലിന്റെ ആവശ്യം അള്ളാഹുവിന് ഇല്ല. അത് അള്ളാഹുവിനെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുമ്പോൾ അവിടെയാണ് അള്ളാഹുവിനുള്ള കഴിവറവ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞാൽ ഈസാ നബിനെ മരിപ്പിച്ച് രണ്ടാമത് ജീവിപ്പിക്കാതെ മറ്റുള്ളവരെ പോലെ തന്നെ ഈസാ നബി ആക്കാൻ അള്ളാഹുവിന് കഴിവുണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾക്കും പറയാമല്ലോ. അപ്പൊ ഇവിടെ പറയുന്നത് അങ്ങനെയല്ല. റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താണ് ആളുകൾ ചോദിച്ചത്? ഔ യകൂന ലക ബൈത്തുൻ ഫി സുഖ്റുഫിൻ ഔ തർഖാ ഫിസ് സമാഇ. സ്വർഗ്ഗത്തിൽ നിനക്കൊരു വീട് വേണം, അത് കാണിക്കുക, അല്ലെങ്കിൽ ആകാശത്തേക്ക് കയറിപ്പോ, എന്നിട്ട് അവിടുന്ന് ഒരു കിതാബായിട്ട് ഇങ്ങനെ ഞങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെ വാ, അപ്പൊ നമ്മൾ വിശ്വസിക്കാമെന്ന്. അപ്പൊ റസൂൽ തിരുമേനി എന്താ പറഞ്ഞത്? സുബ്ഹാന റബ്ബി. അള്ളാഹ് പറഞ്ഞു റസൂൽ തിരുമേനി ഇങ്ങനെ പറയാണ്, സുബ്ഹാന റബ്ബി ഹൽ കുൻതു ഇല്ലാ ബശറൻ റസൂല. എന്റെ പടച്ചോൻ അതിനോ കഴിവുണ്ട് എന്ന് പറയാനല്ല അള്ളാഹ് പറഞ്ഞു കൊടുത്തത്. നിങ്ങൾ ചോദിച്ചൊക്കെ അള്ളാഹ് അതുപോലെ തരാൻ കഴിയുമെന്ന് റസൂൽ തിരുമേനി എന്തുകൊണ്ട് പറഞ്ഞില്ല അവിടെ? മറിച്ച് പറഞ്ഞ എന്താണ്? ഖുൽ സുബ്ഹാന റബ്ബി ഹൽ കുൻതു ഇല്ലാ ബശറൻ റസൂല എന്ന്. എന്റെ പടച്ചോൻ പരിശുദ്ധനാണ്, അവൻ തീരുമാനിച്ച അതുപോലെ നടപ്പാക്കുന്നവനാണ്, അവന്റെ തീരുമാനത്തിൽ മാറ്റം വരുത്താൻ ഞാൻ ആരാണ്? ഞാൻ വെറൊരു ബശറും റസൂലാണെന്ന് റസൂൽ തിരുമേനി പറഞ്ഞത്. അപ്പൊ റസൂൽ തിരുമേനി ഇങ്ങനെ പറയുമ്പോൾ ഈസാ നബിക്ക് എന്താ വേറെ വല്ല കഴിവുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള യോജിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ വ്യക്തമായി അള്ളാഹ് പറഞ്ഞൊരു കാര്യത്തെ മാറ്റിമറിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് വലിയൊരു തെറ്റാണ്. പിന്നെ നമ്മുടെ ബഹുമാന്യ സലാഹി സാഹിബ് അവിടെ പറഞ്ഞത് നമ്മൾ തശ്ബീഹിനെ കുറിച്ചും തശ്ബീഹുൽ മുർസല് അല്ലെങ്കിൽ അതുപോലെ ഇസ്തിആറ തസ്രീഹിയ ഒക്കെ പറഞ്ഞപ്പോൾ അതിനൊക്കെ അദ്ദേഹം വിശദീകരിച്ച്, ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ്, രണ്ടാമത് ഓർക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ച് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെയുള്ളിടത്തൊക്കെ കരീന വേണമെന്ന്. ആ കരീനയെ കുറിച്ച് തന്നെ നമ്മൾ പറഞ്ഞു. ചില സ്ഥലത്ത് കരീന വ്യക്തമായിട്ടുണ്ടാവും, ചില സമയത്ത് കരീന കുറച്ച് പറയും, ചില സമയത്ത് കരീന അണ്ടർസ്റ്റുഡ് ആയിരിക്കും. ഇതൊക്കെ തന്നെയാണ് ഇസ്തിആറ. ഉദാഹരണം നോക്കിയാൽ മനസ്സിലാവില്ലേ? അപ്പൊ ഇദ്ദേഹം പറഞ്ഞത് ഒയ്ദാ ഖലൗ ഇലാ ശയാത്തീനിഹിം എന്ന് പറഞ്ഞോടത്ത് ഷയാത്തീനോട് കൂടെ ഹിം എന്ന് പറഞ്ഞ് അവരുടെ ശൈത്താന്മാരിലേക്കാണ് എന്ന് പറയുമ്പോൾ അവർ എന്നൊരു കരീന അവിടെ ഉണ്ട്. അതല്ലെങ്കിൽ ഇന്ന ആളാണ് എന്ന് പറയുമ്പോൾ ഇന്ന ആള് എന്ന് പറഞ്ഞൊരു കരീന ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല, ഈസബിനു മറിയം വരും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അദ്ദേഹത്തെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. അബൂ സുഫിയാൻ പറഞ്ഞ വാക്കുണ്ടല്ലോ, ഹിറഖലിന്റെ സദസ്സിൽ വെച്ച് ആ സംഭവവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അബൂ സുഫിയാൻ കൂടെ വന്ന ആളുകളോട് അന്ന് പറഞ്ഞെന്താണ്? ലഖദ് അമീറ അംറു ബിനി അബീ കബ്ശത ഇന്നഹു യഖാഫുഹു മലികു ബനിൽ അസ്ഫർ. ബുഖാരി റിവായത്താണ്. ലഖദ് അമീറ അംറു ബിനി അബീ കബ്ശ, ഇബ്നു അബീ കബ്ശയുടെ കാര്യം വളരെ വലിയ കാര്യമായി തീർന്നിരിക്കുന്നല്ലോ. ബനിൽ അസ്ഫറിന്റെ രാജാവ് വരെ ഇബ്നു അബീ കബ്ശയെ ഭയപ്പെടുന്നുണ്ടല്ലോ എന്ന്. ഇബ്നു അബീ കബ്ശ ഇവിടെ ആരാണ്? അബൂ സുഫിയാനും അറിയാം, അവിടെ ഉണ്ടായിരുന്ന ഖുറൈശികൾക്കും അറിയാം. ഉദ്ദേശിക്കുന്ന റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. പക്ഷെ ഇവിടെ എവിടെയെങ്കിലും ഈ വരിയിൽ എവിടെയും റസൂൽ തിരുമേനിയുടെ പേര് പറഞ്ഞിട്ടില്ല. അത് അണ്ടർസ്റ്റുഡ് ആയിരുന്നു. ഇതും തശ്ബീഹ് തന്നെയാണ്, ഇതും ഇസ്തിആറ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ മസീബിനും മറിയമിന്റെ കൂടെ വേറെ വാക്കുകൾ പറയേണ്ട ആവശ്യം വരുന്നില്ല. എന്നിരുന്നാലും
മസീബിനു മറിയമിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞ ഹദീസിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി അവിടെ ഖരീനത്ത് കൊണ്ടുവന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഖരീനത്ത് ഇല്ലാതെ തന്നെ അത് മനസ്സിലാക്കാം, അണ്ടർസ്റ്റുഡ് ആണ്. അതിലുപരിയായി ഖരീനത്ത് കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് മുമ്പെന്നോ ഈ ഗ്രൂപ്പിൽ പറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറയുകയാണ്, റഅയ്തു അസദൻ ഫിൽ ഗാബ, ഞാൻ കാട്ടിൽ ഒരു സിംഹത്തെ കണ്ടു. അപ്പൊ ആർക്കും മനസ്സിലാവും, കേൾക്കുന്നവർക്കൊക്കെ ഇവിടെ അസദ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു സാധാരണ സിംഹം. അതിലൊരു തഅ്വീലും ഇല്ല, ഒരു തശ്ബീഹും ഇല്ല, ഒരു ഇസ്തിആറയില്ല. എന്നാൽ ഞാൻ പറയുകയാണ്, റഅയ്തു അസദൻ യഖ്തുബു ഫിൽ ബർലമാൻ, പാർലമെന്റിലെ ഒരു സിംഹത്തെ പ്രസംഗിക്കുന്നതായി ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം അവിടെ ആ സിംഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെയധികം ധൈര്യവും തൻ്റെ അടുത്തോടു കൂടിയും പ്രസംഗിക്കാൻ കഴിവുള്ള പ്രഗത്ഭനായ ഒരു MP ആയിരിക്കും, അല്ലെങ്കിൽ മന്ത്രി ആയിരിക്കുമെന്ന്. അപ്പോൾ അവിടെ ഖരീനത്ത് എന്താണ്? പാർലമെന്റിലാണ് സംഭവിക്കുന്നത്. അത് കാരണത്താൽ അതൊരു ഖരീനത്തായി. അതുപോലെ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അബൂജഹൽ ഫിറഔനു ഉമ്മത്തി, അബൂജഹൽ ഈ ഉമ്മത്തിലെ ഫിറഔനാണ്. അവിടെ ഫിറഔന് മുമ്പ് വന്ന ഫിറഔൻ അല്ല എന്ന് പറയാനുള്ള ഖരീനത്ത് ഉമ്മത്ത് എന്ന പദമാണ്, എൻ്റെ ഉമ്മത്തിൽ. അതേ ഉമ്മത്തിൽ എന്ന പദം എടുത്തുകൊണ്ടാണ് ഈസാ ഇബ്നു മറിയമിന് ഇറക്കത്തെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നത്. കൈഫ അൻതും ഇദാ നസല ഫീകും ഇബ്നു മറിയമ ഫഅമ്മകും മിൻകും, കൈഫ അൻതും നിങ്ങളുടെ അവസ്ഥ, ഇദാ നസല ഫീകും നിങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ, ഇബ്നു മറിയം ഫഅമ്മകും നിങ്ങളുടെ ഇമാമായി, മിൻകും നിങ്ങൾ നിന്നുകൊണ്ട് തന്നെ ചെയ്യുമ്പോൾ എന്ന്. അപ്പൊ നിങ്ങൾ ഇറങ്ങുകയും നിങ്ങളുടെ ഇമാമായി നിങ്ങൾ നിന്നുകൊണ്ട് തന്നെ ചെയ്യുന്ന ഒരു ഈസാ ഇബ്നു മറിയമിനെ 4 തവണ അൻതും കും എന്നൊക്കെ പറഞ്ഞ് മുഖാത്തബത്തിന്റെ നിങ്ങൾ എന്നതിലേക്ക് ചൂണ്ടിക്കൊണ്ടുള്ള ദമീർ പറഞ്ഞിട്ടാണ് പറയുന്നത് ഈസാ ഇബ്നു മറിയം എന്ന്, അല്ലെങ്കിൽ ഇബ്നു മറിയം എന്ന്. അപ്പൊ ഈ ഉമ്മത്തിലെ ഒരാളാണ്. ഇപ്പൊ ഖരീനത്ത് അവിടെ ഉണ്ട്, ഖരീനത്ത് ഇല്ല എന്ന് നിങ്ങൾ പറയുന്നത് തികച്ചും തെറ്റാണ്. അപ്പൊ നമ്മൾ സലാഹി സാഹിബ് പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞ ഉദാഹരണത്തിൽ തശ്ബീഹിൽ ഖരീനത്തില്ല എന്നാണ്. ഖരീനത്തില്ല എന്ന് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം പറയുന്നത് മുശബ്ബഹ് എങ്ങനെയാലും വേണം, ഇല്ലാതെ പറ്റില്ല എന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അംറു ബിൻ അബി കബ്ഷ ഇന്നഹു യഖാഫുഹു മലികു ബനിൽ അസ്ഫർ എന്ന അബൂ സുഫിയാന്റെ വചനം. അതിലെവിടെയാണ് മുശബ്ബഹ് റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരാമർശിച്ചിരിക്കുന്നത്? പക്ഷെ അതുകൊണ്ട് ഉദ്ദേശിച്ച റസൂൽ തിരുമേനിയെ തന്നെ അല്ലേ? അപ്പൊ അതുകൊണ്ട് ഈ ഉദാഹരണം മതി താങ്കളുടെ സംശയം വ്യക്തമാക്കണം. ഇനി വിശുദ്ധ ഖുർആനിൽ ഇപ്പൊ ഞാൻ പറഞ്ഞത്, വിശുദ്ധ ഖുർആനിൽ വ്യക്തമായ ഖുർആനിക ആയത്തിന്റെ അടിസ്ഥാനത്തിലും അതിനാണ് ഒന്നാമത്തെ ഖരീന ഈസാ ഇബ്നു മറിയം മരിച്ചുപോയി എന്നുള്ളത്. മറ്റ് റിവായത്തുകളുടെ അടിസ്ഥാനത്തിലും റസൂൽ തിരുമേനിയുടെ ഹദീസുകളിൽ വന്ന ആ ഖരീനത്തൊക്കെ വ്യക്തമാക്കിയതിനു ശേഷമാണ് ഞാൻ അവിടെ റസൂൽ തിരുമേനി പറഞ്ഞ ചില ഉദാഹരണങ്ങൾ പറഞ്ഞത്. ഒന്ന്, സൽമാൻ അൽ ഫാരിസിയോട് പറഞ്ഞത് ലൈൻ സദ്ദഖ്തനി യാ സൽമാനു ലഖദ് ലഖീത ഈസാ ഇബ്നു മറിയം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതൊരു ഭാഷാ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിന് നമ്മുടെ സലാഹി സാഹിബ് ആ ഗ്രന്ഥത്തെക്കുറിച്ചും അതിന്റെ സിഹത്തിനെ കുറിച്ചും റിവായത്തും ദിറായത്തും അങ്ങോട്ടൊക്കെയാണ് പോകുന്നത്. ഒരു ഭാഷാ ഉദാഹരണമാണ് അത്. അപ്പൊ റസൂൽ തിരുമേനി വേറെ സ്ഥലത്താണ് പറഞ്ഞിട്ടുണ്ട്, ഖുറൈശികൾ മറ്റു സ്ഥലത്താണ് പറയുന്നുണ്ട്, എല്ലാ ഭാഷയിലും അവനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചപ്പോൾ അത് ഈസാ ഇബ്നു മറിയം എന്ന പേര് വന്നതുകൊണ്ട് അത് അങ്ങനെയല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അവിടെ ഉള്ളത് റസൂൽ തിരുമേനി ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. ആ മനുഷ്യന് റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈസാ ഇബ്നു മറിയം എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. അത് മുമ്പ് വന്ന ഈസാ അലൈഹി സ്വലാം അപ്പോൾ ജീവിച്ച് വന്നതുകൊണ്ടല്ല. അങ്ങനെയാണെങ്കിൽ അന്ന് ഈസാ അലൈഹി സ്വലാം ജീവിച്ച് ഭൂമിയിൽ വന്നു, പിന്നെ വീണ്ടും ആകാശത്തേക്ക് പോയി എന്നൊക്കെ പറയേണ്ടി വരും. പിന്നെ ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം കിതാബുൽ ഗൈബ ബിഹാറുൽ അൻവാറിലൊക്കെ ആയി ബന്ധപ്പെട്ട അല്ലാഹുമ്മ അഅ്തിഹി ജലാദത മൂസ വജഅൽ ഫീ നസ്ലിഹി ശബീഹ ഈസ എന്ന് അലി റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് റസൂൽ തിരുമേനി പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ്. അത് പറഞ്ഞപ്പോൾ അദ്ദേഹം ബിഹാറുൽ അൻവാറിനെ കുറിച്ചും കിതാബുൽ ഗൈബയെ കുറിച്ചും അതിന്റെ റിവായത്തിനെ കുറിച്ചും ആ റിവായത്ത് റസൂൽ തിരുമേനി പറഞ്ഞാവില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടൊക്കെയാണ് സംസാരം കൊണ്ടുപോകുന്നത്. ഇത്രയും മറ്റുള്ള തെളിവുകളൊക്കെ നിരത്തിയതിന് ശേഷമാണ് ഇത് ഞാൻ പറഞ്ഞത്. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ പണ്ഡിതന്മാർ തന്നെ അഭിപ്രായപ്പെട്ടതാണ്, പ്രവചനങ്ങൾ അടങ്ങിയ ഹദീസുകൾ, ഭാവിയിൽ നടക്കേണ്ട കാര്യങ്ങൾ, അഖ്ബാറുൽ മുസ്തഖ്ബിലിയ ആയിട്ടുള്ള ഹദീസുകൾ, അത് മൗഖൂഫ് ആയാൽ പോലും മർഫൂഇന്റെ ഹുക്മിൽ പെടുന്ന പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് വരാൻ പോകുന്ന കാലത്തെക്കുറിച്ചുള്ള അറിവാണ്. കാരണം അങ്ങനെയുള്ള വരാൻ പോകുന്ന കാലത്തെക്കുറിച്ചൊരു കാര്യം പറയുമ്പോൾ അത് എല്ലാവർക്കും പറയാനുള്ള അധികാരമില്ല. അത് അള്ളാന്റെ റസൂലാണ് പറയുക. ആ കാരണം കൊണ്ടാണ് അതിനെ മൗഖൂഫിനെ പോലും മർഫൂഇന്റെ ഗണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പണ്ഡിതന്മാർ പറഞ്ഞത്. അതിലുപരിയായി
ഇവിടെ സംഭവിച്ചത് അത്രമാത്രമല്ല, റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു, പിന്നെ അത് പൂർത്തീകരിക്കപ്പെട്ടു. അത് പൂർത്തീകരിക്കപ്പെട്ട കാലത്താൽ ആ പറഞ്ഞ കാര്യം ശരിയായി, ആ പ്രവചനം ശരി തന്നെയായിരുന്നു. അപ്പൊ അത് പറഞ്ഞു എന്നുള്ള അത് പറഞ്ഞ ആൾ ആരായിരിക്കും? ആ ക്രെഡിറ്റ് ആർക്കാ കൊടുക്കേണ്ടത്? റസൂൽ തിരുമേനിക്ക്, സഹാബത്തിനോ മറ്റു പണ്ഡിതന്മാർക്കോ അല്ല. കാരണം ഒരു അള്ളാഹു അയച്ച പ്രവാചകനെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അത് ഖുർആൻ പറഞ്ഞതാണ്, ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദൻ ഇല്ലാ മൻ ഇർതദാ മിൻ റസൂലിൻ, സൂറത്തുൽ ജിന്ന്. അള്ളാഹു അയച്ച പ്രവാചകന്മാർക്ക് അങ്ങനെയുള്ള ഗൈബുള്ള കാര്യം പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഹദീസുകൾ പൂർത്തിയായ സ്ഥിതിക്ക് അത് റസൂൽ തിരുമേനി പറഞ്ഞു തന്നെയെന്ന് നമുക്ക് ഉറപ്പിക്കേണ്ടി വരും. പിന്നെ അഹ്ലുബൈത്ത് ഉണ്ടല്ലോ റസൂൽ തിരുമേനിയുടെ, അത് ഷിയാക്കളുടെ ഗ്രന്ഥങ്ങളിൽ ഒരുപാടുണ്ട്. അവരുടെ റിവായത്തിന്റെ പ്രത്യേകത, അവർ പറയുന്നത് റസൂൽ തിരുമേനിലേക്ക് മർഫൂ ആക്കിയിട്ടില്ലെങ്കിൽ മർഫൂവിന് ഗണത്തിൽ പെടുമെന്ന് അവരും മറ്റു പണ്ഡിതന്മാരും എഴുതിയിട്ടുമുണ്ട്. അങ്ങോട്ട് ഇപ്പോൾ പോകുന്നില്ല. അപ്പം ഏതായാലും ഇവിടെ ഇങ്ങനെ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു എന്ന ആ പ്രാർത്ഥന ബിഹാറുൽ അൻവാറിലാണ് അല്ലെങ്കിൽ കിതാബുൽ ഗൈബിലാണ് എന്ന കാരണത്താൽ അത് സ്വീകാര്യമല്ല എന്ന ആ ന്യായം സ്വീകാര്യമല്ല. നമ്മൾ ഇതിനെ മറ്റുള്ള തെളിവുകളുടെ ഒക്കെ നിരത്തിയതിനു ശേഷമാണ് ഈ തെളിവിനൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെയുള്ളൊരു ഖറീന, വരാനിരിക്കുന്ന വ്യക്തി ഈ ഉമ്മത്തിലെ വ്യക്തിയായിരിക്കും, പണ്ട് മരിച്ചുപോയ ഈസാ ഇബ്നു മറിയം അല്ല എന്നുള്ളതിലേക്ക് തെളിവ് ഇമാം മഹദിയുടെ വരവാണ്. മഹദി ഇമാം വരുമ്പോൾ ആ മഹദി ഇമാം ഈ ഉമ്മത്തിലെ വ്യക്തിയായിരിക്കുമെന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. ആർക്കും ഒരു ഭിന്നാഭിപ്രായമില്ല. പക്ഷെ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നൊരു കാര്യമാണ്, വരാനിരിക്കുന്ന മഹദി തന്നെ ആയിരിക്കും മസീഹ് ഇബ്നു മറിയം എന്ന്. അത് രണ്ടും ഒരേ വ്യക്തിയാണെന്ന് റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നേർക്ക് നേരെയുള്ള ഹദീസുകളിലും ആ രണ്ട് വ്യക്തികളുടെയും പ്രവർത്തനങ്ങളെയും ആ രണ്ട് വ്യക്തികളുടെയും പിന്നെ സ്വഭാവ ഗുണങ്ങളെയും ഒക്കെ പരാമർശിച്ചുകൊണ്ട് ഹദീസുകൾ വന്നിട്ടുണ്ട്. അത് കൃത്യമായി നാം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, മസീഹ് ഇബ്നു മറിയം, വരാനിരിക്കുന്ന മസീഹ് ഇബ്നു മറിയമും ഇമാം മഹദിയും ഒരേ വ്യക്തി തന്നെയാണ് എന്നുള്ളത്. അതിനുള്ള ഏറ്റവും വ്യക്തമായി പറയുന്ന ഹദീസാണ് ഇബ്നു മാജയുടെ ഹദീസ്, ഖുലൽ മഹദിയു ഇല്ലാ ഈസാ ഇബ്നു മറിയം, ഈസാ ഇബ്നു മറിയം അല്ലാതെ വേറൊരു മഹദി ഇല്ല. അത് ഇബ്നു മാജ പിന്നെ കിതാബുൽ ഫിതൻ ഷിദ്ദത്തു സമാൻ ബാബിൽ കാണാം, വ്യക്തമായി പറയുന്നുണ്ട്. ഈ ഹദീസിനെ അത് ദഈഫാന്ന് പറഞ്ഞ് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. പക്ഷേ പണ്ഡിതന്മാർ തന്നെ അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്തിട്ട് യഥാർത്ഥത്തിൽ വരാനിരിക്കുന്ന മഹദി ഈസാ ഇബ്നു മറിയം തന്നെ ആയിരിക്കും, ഈസാ ഇബ്നു മറിയം വരുമ്പോൾ അദ്ദേഹം തന്നെ ആയിരിക്കും മഹദി എന്നൊക്കെ പിന്നെ അവർ തഅ്വീൽ ചെയ്ത് അതിന് സമ്മതിക്കുന്നുമുണ്ട്. ഏതായാലും റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പറഞ്ഞൊരു ഹദീസാണ് ഇബ്നു മാജയിലെ ഹദീസ്, ലൽ മഹദിയു ഇല്ലാ ഈസാ ഇബ്നു മറിയം, ഈസാ ഇബ്നു മറിയം അല്ലാതെ വേറൊരു മഹദി ഇല്ല. അത് തന്നെ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞായിട്ട് മറ്റു ഹദീസുകളും ഉണ്ട്. മുസ്നദ് ഇമാം അഹ്മദ് റിവായത്ത് ചെയ്യുന്ന ഈസാ ഇബ്നു മറിയമിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞ ഹദീസിൽ യൂഷിക്കു മൻ ആശ മിൻകും അൻ യൽഖാ ഈസാ ഇബ്നു മറിയമ ഇമാമൻ മഹദിയൻ, അന്ന് ജീവിച്ചിരിക്കുന്നവർ ഈസാ ഇബ്നു മറിയമിനെ ഇമാം മഹദി ആയിക്കൊണ്ട് കാണുമെന്ന് അവിടെ വ്യക്തമായി അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതിലുപരിയായി വരാനിരിക്കുന്ന മസീഹിന്റെ ചില ഗുണങ്ങൾ പറഞ്ഞ അതേ രൂപത്തിൽ തന്നെ മഹദിയുടെ ഗുണങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് ഹുലിയ, മസീഹിന്റെ ഹുലിയ രൂപം പറഞ്ഞിട്ടുണ്ടല്ലോ, ഫൈദാ റജുലുൻ ആദമു കഅഹ്സനി മാ യുറാ മിൻ ഉദ്മിർ റിജാൽ എന്ന് ബുഖാരിയിലുണ്ട്. ഗോതമ്പ് നിറത്തിലുള്ള വളരെയധികം കണ്ട വളരെ സൗന്ദര്യമുള്ള ഒരു മനുഷ്യനായിട്ടാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെടുക എന്ന് മസീഹിനെ കുറിച്ച് പറഞ്ഞു. അതേ പദങ്ങളാണ് മറ്റൊരു രീതിയിൽ ഇമാം മഹദിയെ കുറിച്ച് പറഞ്ഞത്. കൻസുൽ ഉമ്മാലിന്റെ ഹദീസ് ഉണ്ട്, ഫതാ മിൻ ഖുറൈശ് ആദമു ദർബും മിനർ റിജാൽ. ഇവിടെ കൃത്യമായി ആദം എന്ന പദം എടുത്തുകൊണ്ട് ആ ഗോതമ്പ് നിറത്തിലുള്ള ആ പിന്നെ സൗന്ദര്യത്തെ പരാമർശിച്ചാണ് മഹദിയെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത്. പിന്നെ മസീഹിനെ കുറിച്ച് വന്ന ഹദീസുണ്ട്, മുസ്ലിമും തിരുമിതിയിലൊക്കെയുള്ള ഹദീസുണ്ട്, യൻസിലു ബൈന മഹ്റൂദത്തൈൻ, രണ്ട് പുതപ്പുകൾക്ക് ഇടയിലാണ് ഇറങ്ങുക എന്നുള്ളത്, അല്ലെങ്കിൽ പുതച്ചുകൊണ്ടാണ് വരിക എന്നുള്ളത്. അത് തന്നെ അബൂ നഈമിന്റെ ഹദീസിൽ മഹദിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അലൈഹി അബാഅത്താനി ഖത്വാനിയത്താനി, രണ്ട് ഖത്വാനി കോട്ട് പോലെയുള്ള ചാദർ പോലെ അല്ലെങ്കിൽ പിന്നെ പുറംകോട്ട് ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെടുക എന്ന് മഹദിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കന്നഹു മിൻ റിജാലി ബനീ ഇസ്രായേൽ, അദ്ദേഹം ബനീ ഇസ്രായേലിന്റെ ഒരാളെ പോലെ ആയിരിക്കും കാണപ്പെടുക എന്ന്. അവിടെയും ബനീ ഇസ്രായേൽ ആളെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ഈസാ ഇബ്നു മറിയം ആണെങ്കിൽ, പക്ഷെ ബനീ ഇസ്രായേൽ ഒരാളെ പോലെയാണ് എന്ന് കൂടെ ആ ഹദീസിൽ വന്നിട്ടുണ്ട്. അതുപോലെ മസീഹ് ഇബ്നു മറിയമിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞു യുഫീദുൽ മാല അല്ലെങ്കിൽ യഫീദുൽ മാൽ,
ഹത്താ ലാ യഖ്ബലഹു അഹദ് എന്ന് ബുഖാരിയിലെ റിവായത്തിലുണ്ട്. അദ്ദേഹം ഒരുപാട് മാല് വിതരണം ചെയ്യും, ധനം വിതരണം ചെയ്യും, സമ്പത്ത് വിതരണം ചെയ്യും, അത് സ്വീകരിക്കാൻ ആളുകൾ ഉണ്ടാവില്ല എന്ന്. അതുപോലെ തന്നെ മഹദിയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഫയഖ്സിമുൽ മാല വയഅമലു ഫിന്നാസി ബിസുന്നത്തി നബിയിഹിം എന്ന് അബൂദാവൂദിന്റെ ഹദീസിൽ മഹദിയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് മാല് അല്ലെങ്കിൽ സമ്പത്ത്, സ്വത്ത് വിതരണം ചെയ്യുമെന്ന്. അപ്പൊ ഇതൊക്കെ കൂട്ടി വായിച്ചാൽ മഹദിയും മസീഹും ഒരാളെന്ന് വ്യക്തമായി അറിയാം. അപ്പോൾ വരാനിരിക്കുന്ന മസീഹ ഈ ഉമ്മത്തിൽപ്പെട്ട വ്യക്തി തന്നെയാണെന്ന് ആർക്കും ഉറപ്പിക്കാം. പിന്നെ ഈ വരാനിരിക്കുന്ന വ്യക്തി മുമ്പ് വന്ന മസീഹ് ഈസ ഇബ്നു മറിയം അല്ല, മറിച്ച് സാദൃശ്യമുള്ള മറ്റൊരു വ്യക്തി ആയിരിക്കുമെന്ന ഈ വാദം മറ്റാർക്കുമില്ലാത്തൊരു വാദമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. മുമ്പ് തന്നെ അങ്ങനെയുള്ള വിശ്വാസം ഇസ്ലാമിൽ നിലനിന്നിട്ടുണ്ട്. തെളിവായിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഖരീദത്തുൽ അജായിബ് ഫരീദത്തുൽ ഖറായിബ് എന്ന ഇബ്നു വർദിയുടെ ഗ്രന്ഥത്തിൽ നിന്ന് ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടോ അവർ പരാമർശിച്ചിട്ടോ ഉണ്ട്. ഏതായാലും അത് പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യാം. അത് ഇബ്നു വർദിയുടെ ഈ പുസ്തകത്തിന്റെ 1-ാം ജുസിൽ 442-ാം പേജാണ്. അതിൽ പറയുന്നുണ്ട് ഖാലത്ത് ഫിർഖത്തുൻ, ഒരു കൂട്ടർ പറയുന്നുണ്ട്. അത് ഇബ്നു വർദി പറഞ്ഞു എന്നല്ല നമ്മൾ പറയുന്നത്. ഇബ്നു വർദി എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അതിന് മുമ്പുള്ള ഒരു കാര്യം. അതെന്താണ്? ഒരു കൂട്ടർ പറയുന്നുണ്ട്, ഇങ്ങനെ വിശ്വസിക്കുന്നവരുമുണ്ട്. എങ്ങനെ? നുസൂലു ഈസ ഖുറൂജു റജുലിൻ യശ്ബഹു ഈസ ഫിൽ ഫദ്ലി വശറഫ്. ഈസ ഇബ്നു മറിയമിനെ നുസൂൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയുടെ ഖുറൂജാണ്, വരവാണ്. യശ്ബഹു ഈസ, ആ വ്യക്തിയാകട്ടെ ഈസ ഇബ്നു മറിയമിനുമായി സാദൃശ്യമുണ്ടായിരിക്കും. ഫിൽ ഫദ്ലി വശറഫി, ഫദ്ലിലും ഷറഫിലും. അതുകൊണ്ടാണ് ആ വാക്ക് പറഞ്ഞത് എന്ന് വിശ്വസിച്ച് വന്നൊരു കൂട്ടം മുമ്പ് മുതലേ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുണ്ടായിരുന്നു. ഇപ്പൊ ഞാനിവിടെ കുറച്ച് മുമ്പ് അൽ മഹദി ഇല്ല ഈസ എന്ന ഹദീസ് പറഞ്ഞു. ഈസ ഇബ്നു മറിയം മഹദി ഒന്നാണെന്ന് റസൂൽ തിരുമേനി പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. മുൻകാല മുഫസ്സിറുമാർ ചിലർ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇബ്നു അറബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന് തഫ്സീറുണ്ട്, തഫ്സീർ ഇബ്നു അറബി. അതിൽ പോയി നോക്കിയാൽ സൂറത്ത് സുഖ്റുഫില് ഇന്നഹു ലഇൽമുൻ ലിസ്സാഅ എന്ന് ഒരു ആയത്തുണ്ട്. ഈസ ഇബ്നു മറിയമിനെ കുറിച്ച് അദ്ദേഹം സാഅത്തിന്റെ അടയാളമായിരിക്കും എന്ന് പറയുന്ന ഒരു ആയത്ത്. അതിന്റെ വിശദീകരണം കൊടുത്തിട്ടുണ്ട്, കൃത്യമായി അദ്ദേഹം എഴുതുന്നുണ്ട്. അവിടെ അദ്ദേഹം പറയുന്നുണ്ട്, അതെല്ലാം കൂടെ വായിച്ച ഒരുപാട് സമയം എടുക്കും, ഞാൻ ചുരുക്കി പറയാം. യൻസലു അലാ സനിയ്യത്തിൻ മിനൽ അർദിൽ മുഖദ്ദസത്തി ഇസ്മുഹാ അഫീഖ് വബിയദിഹി ഹർബത്തുൻ യഖ്തുലു ബിഹ ദജ്ജാൽ വയക്സറു സ്വലീബ ويهدم البيع والكنائس ويدخل بيت المقدس والناس في صلاة الصبح فيتأخر الإمام فيقدمه عيسى عليه السلام يصلي خلفه على دين محمد صلى الله عليه وسلم. ഹദീസിൽ വന്നിട്ടുണ്ട്. ഖീല ഫിൽ ഹദീസ്, ഹദീസിൽ വന്ന റിവായത്തുകളൊക്കെ അദ്ദേഹം ഒന്നിച്ചെടുത്തവരെ പറയാണ്. അദ്ദേഹം അർദെ മുഖദ്ദസയിലെ ഒരു അഫീഖ് എന്ന സ്ഥലത്ത് വരും. അദ്ദേഹത്തിന് കയ്യിലൊരു പിന്നെ ആയുധം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ദജ്ജാലിനെ വധിക്കും, കുരിശോടക്കും. എന്നിട്ട് ഈ ചർച്ചുകളും മറ്റ് യഹൂദ സെനഗോഗും ഇതൊക്കെ തകർക്കും. ബൈത്തുൽ മഖ്ദിസിലേക്ക് പ്രവേശിക്കും. അപ്പൊ ജനങ്ങൾ സുബഹി നിസ്കാര സമയത്തായിരിക്കും. അപ്പൊ ഇമാമ് മുമ്പോട്ട് വന്ന് ഇദ്ദേഹത്തോട് ഇമാമ് നിൽക്കാൻ പറയും. അപ്പൊ അദ്ദേഹം പുറകിൽ നിസ്കരിക്കും എന്നൊക്കെ പറഞ്ഞ് ഹദീസുകൾ അദ്ദേഹം ചുരുക്കി പറഞ്ഞിട്ട് പറയാണ്. ഫസനിയ്യത്തുൽ മുസമ്മ അഫീഖ് ഇഷാറത്തുൻ ഇലാ മദ്ഹരിഹി അല്ലദീ യതജസ്സദു ഫീഹി. ഇവിടെ സനിയ്യ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വരുന്ന ഈസ ഇബ്നു മറിയമിന്റെ ആ ബാഹ്യ രൂപത്തെ കുറിച്ചാണ്. ഏത് രൂപത്തിലാണോ അദ്ദേഹം വരുന്നത് അതിലേക്കാണ് ചൂണ്ടി പറയുന്നത്. വൽ മുഖദ്ദസ ഇലൽ മാദ്ദത്തി ത്വാഹിറത്തി ലത്തി യതകവ്വനു മിൻഹാ ജസദുഹു. അർദ് മുഖദ്ദസ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതൊരു മാദ്ദ കൊണ്ടാണോ അദ്ദേഹത്തിന്റെ ശരീരം ഉണ്ടാകുന്നത് അതിലേക്കാണ്. അതായത് ഒരു ഭൂമിയുമായി ബന്ധപ്പെട്ട മനുഷ്യനെ മണ്ണെന്ന് സൃഷ്ടിച്ചു എന്ന് പറയില്ലേ, അതുപോലെ അദ്ദേഹത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ എളിമയും ലാളിത്യത്തെക്കുറിച്ചോ എളിമയും തവാദുവിനെ കുറിച്ചൊക്കെയാണെന്ന് പറയുന്നത്. ഹർബ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം വരുന്ന ആ ഷാനു ഷൗക്കത്തെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ഗംഭീര്യത്തെ കുറിച്ചും കഴിവിനെ കുറിച്ചും ഒക്കെയാണ്. ദജ്ജാലിനെ വധിക്കുന്ന ഉദ്ദേശം അദ്ദേഹത്തിന്റെ കാലത്ത് ഇസ്ലാമിനെതിരായി വരുന്ന ഏറ്റവും വലിയ ഫിത്നയെ അദ്ദേഹം നേരിടുമെന്നാണ്. സലീബിനെ മുറിക്കുക, അല്ലെങ്കിൽ കുരിശുടക്കുക, മറ്റ് ചർച്ചുകളും മറ്റും തല്ലി ഉടക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം മറ്റെല്ലാ മതങ്ങളുടെയും പേരിൽ ഇസ്ലാമിനെ ഉയർത്തിക്കാട്ടുമെന്നാണ്. വദുഖൂലുഹു ബൈത്തുൽ മഖ്ദിസ് ഇശാറ ഇലാ വസൂലിഹി ഇലാ മഖാമിൽ വിലായത്ത് ദാത്തിയ്യ ഫിൽ ഹദ്റത്തിൽ ഇലാഹിയ്യ അല്ലത്തി
അല്ലദീ ഹുവ മഖാമുൽ ഖുത്ബ്. അതുപോലെ അദ്ദേഹത്തിന്റെ പിന്നെ ബൈത്തുൽ മഖ്ദിസ് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന അള്ളാഹുവിന്റെ അടുത്തുള്ള ആ മഹത്തായ സ്ഥാനമാനത്തെ കുറിച്ചാണ് പറയുന്നത്. വഖൗനുൻ നാസ് ഫീ സ്വലാത്തി സുബ്ഹി ഇശാറ ഇലാ ഇത്തിഫാഖിൽ മുഹമ്മദീന അലൽ ഇസ്തിഖാമത്തി ഫിൽ തൗഹീദ് ഇൻദ തുലൂഇ സുബ്ഹി യൗമിൽ ഖിയാമത്തിൽ കുബ്ര ബിദുഹൂരി നൂറി ശംസിൽ വഹ്ദ. ജനങ്ങൾ സുബഹി നിസ്കാരത്തിലായിരിക്കും അദ്ദേഹം വരുമ്പോൾ എന്ന് പറഞ്ഞ ഉദ്ദേശം, ജനങ്ങൾ അന്നും തൗഹീദിലെ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു കൂട്ടരുണ്ടായിരിക്കും ഖിയാമത്തിന്റെ തുടക്കത്തിൽ വരുന്ന സമയത്ത് തന്നെ. പിന്നെ വതഅഖറുൽ ഇമാം ഇശാറ ഇലാ ശുഊരിൽ ഖായിമി ബിദ്ദീനി മുഹമ്മദി ഫി വഖ്തിഹി ബിതഖദ്ദുമിഹി അലൽ കുല്ലി ഫി റുത്ബതി ലിമകാനി ഖുത്ബിയത്തിഹി വതഖ്ദീം ഈസ. അത് ഇദ്ദേഹത്തോട് മുമ്പ് ഇമാമത്ത് നിൽക്കാൻ പറയുന്ന ഉദ്ദേശം അദ്ദേഹത്തിന്റെ സ്ഥാനമാനത്തെ അന്നുള്ള ആളുകൾ ബഹുമാനിക്കുമെന്നതാണ്. പിന്നെ അദ്ദേഹം മുമ്പോട്ട് പോവാതെ മറ്റുള്ളവരുടെ പുറകിൽ നിസ്കരിക്കുന്നതിന്റെ ഉദ്ദേശം ശരീഅത്തെ മുഹമ്മദിയെ പിൻപറ്റുമെന്നതാണ്. വഖ്തിദാഉഹു ബിഹി അല ശരീഅത്തിൽ മുഹമ്മദിയ ഇശാറത്തുൻ ഇലാ മുതാബഅത്തിഹി ലിൽ മില്ലത്തിൽ മുസ്തഫവിയ്യ എന്ന് പറഞ്ഞിട്ട് പറയാണ് ഹാദാ ഇദാ കാനൽ മഹദിയു ഈസ ഇബ്നു മറിയം അലാമാ റുവിയ ഫിൽ ഹദീസ്. ഞാൻ ഈ പറഞ്ഞതൊക്കെ ഈസ ഇബ്നു മറിയം എന്നതുകൊണ്ട് ഹദീസിൽ വന്ന പ്രകാരം ഈസ ഇബ്നു മറിയം തന്നെ മഹദിയാണെങ്കിൽ ലാ മഹദി ഇല്ല ഈസ ഇബ്നു മറിയം എന്ന ഹദീസ് അനുസരിച്ചാണ് എന്ന് ഇബ്നു അറബി പറയുന്നുണ്ട്. മഹദിയോ ഈസ ഒന്നാണെങ്കിൽ ഇതൊക്കെയാണ് മഹദി ചെയ്യുന്ന ജോലികൾ. കൃത്യമായി അദ്ദേഹം ഇമാം മഹദി വരുമ്പോൾ അല്ലെങ്കിൽ മസീഹ് ഇബ്നു മറിയം വരുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് വിവരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ പറയുമ്പോൾ നിങ്ങൾ വ്യാഖ്യാനം മാത്രമേ ചെയ്യുന്നു നമ്മൾ പറയുന്നത്. അപ്പൊ ഇദ്ദേഹം ഇവിടെ വ്യാഖ്യാനിച്ചതിന് ഒരു പ്രശ്നമില്ല. എന്നിട്ട് പറയാണ് വൈൻകാനൽ മഹദി ഗൈറഹു, ഇതല്ല മഹദി എന്ന് പറഞ്ഞ വേറൊരു വ്യക്തിയാണെങ്കിൽ പിന്നെ ബൈത്തുൽ മഖ്ദിസിൽ പ്രവേശിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ വസൂലു ഇലാ മഹലിൽ മുശാഹദത്തി ദൂന മഖാം. അപ്പൊ അവിടെ ബാഹ്യമായ രീതിയിൽ കാണുന്നതാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ആത്മീയമായ അതിന്റെ തഅവീലല്ല എന്നും പറയുന്നുണ്ട്. അപ്പൊ ആദ്യം തന്നെ അദ്ദേഹം പറയുന്നത് ഈസ ഇബ്നു മറിയം മഹദി ഒന്നായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് ഈ മസീഹ് ചെയ്യുന്ന ജോലിയുടെ വിവക്ഷ എന്ന് വിശദീകരിക്കുന്നു. രണ്ടും വേറെ ആണെങ്കിൽ മഹദി ചെയ്യുന്നത് ബാഹ്യരൂപത്തിലായിരിക്കുമെന്നും പറയുന്നുണ്ട്. കൃത്യമായി ഇക്കാര്യങ്ങൾ മുൻകാല പണ്ഡിതന്മാർ വിവരിച്ചു എന്നതാണ് ഞാൻ ഇവിടെ തെളിയിക്കാൻ ശ്രമിക്കുന്നത്.